ഒറ്റ നിലയിലായി 1100 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം സൗകര്യത്തോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. പ്യുവർ ഡിസൈൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജു കജ്ജു. മെയിൻ ഡോറിൽ നിന്നും പ്രവേശിക്കുന്നത് ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ്. 3 മീറ്റർ വീതിയിലും 4.2 മീറ്റർ നീളത്തിലുമായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് പഞ്ച് ഡിസൈനിൽ വരുന്ന ഒരു പൂജാ ഷെൽഫ്, 5 സീറ്ററിൻ്റെ ഒരു സോഫ അറേഞ്ച്മെൻറ്റ്സ് എന്നിവയാണ് ലിവിങ് റൂമിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. ഹൈലൈറ്റ് വാളായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് വാൾ ടെക്സ്ചറും വുഡൻ പാനലിങ്ങുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രിക്ക് ക്ലാഡിംഗ് എലമെൻറ്റും നൽകിയിട്ടുണ്ട്. കോസ്റ്റ് എഫക്റ്റീവിൻ്റെ ഭാഗമായിട്ട് ജിപ്സം സീലിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് റൂഫ് കോൺക്രീറ്റ് സമയത്ത് തന്നെ പോയിന്റുകൾ നൽകിയിട്ട് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ നൽകുന്ന രീതിയിലാണ് വീട് പൂർണ്ണമായിട്ടും സീലിംഗ് നൽകിയിട്ടുള്ളത്. ഫുൾ ലെങ്തിൽ വരുന്ന കർട്ടൻ റൂമിൻ്റെ ഭംഗിക്ക് കൂടുതൽ മാറ്റം നൽകുന്നുണ്ട്. ലിവിങ്ങിൽ നിന്നും വീടിൻ്റെ അകത്തളത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ലിവിങ് സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. 3 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ വീതിയിലും വരുന്ന ചെറിയൊരു സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു സോഫ അറേഞ്ച്മെൻറ്റ്സും TV യൂണിറ്റും പുറത്തെ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനുള്ള സ്ലൈഡിംഗ് ഡോറും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഫാമിലി ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും ഈ ഒരു ചെറിയൊരു ഏരിയയിലായിട്ട് ബ്രിക്ക് ക്ലാഡിംഗ് പാറ്റേൺ ഒക്കെ നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും വരുന്ന ഒരു കിച്ചൺ സ്പേസ് ആണിത്. സ്പേസ് ഒട്ടും പാഴാവാതെ തന്നെ ഫ്രിഡ്ജ്, ഓവൻ, സ്റ്റൗവ്, വാഷിംഗ് ഏരിയ തുടങ്ങിയവയെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാനും മുകളിലും താഴെയും വരുന്ന സ്റ്റോറേജ് ഏരിയയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. കിച്ചൺ വിൻഡോ ഇത്തരത്തിൽ ഉയരം കുറഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ളത് നൽകിയത് കൊണ്ട് തന്നെ മാക്സിമം വെളിച്ചം കിച്ചണിലേക്ക് എത്തിക്കാനും അപ്പർ ക്യാബിനിലെ സ്പേസ് നഷ്ടമാവാതെ ചെയ്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് വർക്ക് ഏരിയ സ്പേസ് ആണ്. 4.6 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ വീതിയിലുമാണ് ഈ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അടുപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന ഏരിയയിൽ വാഷിംഗ് മെഷീനും ഒരു വാഷ് ഏരിയയുമാണ് നൽകിയിട്ടുള്ളത്. പ്ലാൻ പ്രകാരം കോമൺ ടോയ്ലറ്റിൻ്റെ ഡോറ് വർക്ക് ഏരിയയിലേക്ക് തുറക്കുന്ന രീതിയിലായിരുന്നെങ്കിലും ഹൈജീൻ മുൻനിർത്തിക്കൊണ്ട് നമ്മളത് പുറത്തു നിന്ന് ആക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ 2 ബെഡ്റൂമുകളുടെ ഡിസൈനാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 3 മീറ്റർ നീളത്തിലും 3.5 മീറ്റർ വീതിയിലും വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ ക്യൂൻ സൈസ് ബെഡ്, ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിള്, വാർഡ്രോബ് യൂണിറ്റ് എന്നിവയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. AC-യുടെ പോയിന്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 210 സെൻറ്റിമീറ്റർ നീളത്തിലും 130 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഈ ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ടോയ്ലറ്റിനെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാനും ഇവിടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 3 മീറ്റർ നീളത്തിലും 3.2 മീറ്റർ വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ സൈസിലെ ബെഡ്, വാർഡ്രോബ്, മിറർ യൂണിറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നിവയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഏരിയയിലാണ് ഈ ടോയ്ലറ്റ് നൽകിയതെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ ഒരു ടോയ്ലറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിലവിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം സൗകര്യത്തോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാൻ മുകളിൽ ആവശ്യമെങ്കിൽ 3 ബെഡ്റൂം വരെ സൗകര്യത്തോടു കൂടി ഡിസൈൻ ചെയ്യാവുന്ന ഒരു പ്ലാൻ കൂടിയിട്ടാണിത്. വീടിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റി ചിന്തിക്കുകയും അതിൻ്റെ സാധ്യത കൊണ്ടുവരികയും ചെയ്യുന്നത് മാക്സിമം നിങ്ങളുടെ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാനും വേസ്റ്റേജ് സ്പേസ് മാക്സിമം ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ഓരോന്നിൻ്റെയും പൊസിഷൻ, ബാക്കി വരുന്ന സ്ഥലം, ഡിസൈൻ സാധ്യതകൾ, ഇലക്ട്രിക്, പ്ലംബിംഗ് എന്നിവയ്ക്കുള്ള റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുവാനും ഒക്കെ ഇത്തരം ഡിസൈനുകൾ നിങ്ങളെ വളരെയധികം സഹായിക്കും. വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ വലിയൊരു ക്ലാരിറ്റി ഉണ്ടാക്കുവാനും ഡിമോളിഷിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീടും എന്നിലൂടെ ഡിസൈൻ ചെയ്ത് കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. താങ്ക്